ഹലോ എവരി വൺ, വെൽക്കം ടു കോഡ് കോഡേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അറേ എന്താണ്, അതുപോലെ എങ്ങനെ അറേയിൽ മാനിപ്പുലേഷൻസ്, അതായത് അറേൻ്റെ ഡിക്ലറേഷൻ, അതുപോലെ അപ്ഡേറ്റ്സ്, ഡിലീറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അറേനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പ്ലേ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് നോക്കാൻ പോകുന്നത് അറേ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ബേസ് കാര്യങ്ങളെന്ന് പറയാം. അപ്പോൾ അറേ എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് ഡാറ്റയാണ്. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ കറക്റ്റ് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ അതിന് എന്ത് ചെയ്യാം, നമുക്ക് റിയൽ കേസ് എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണേ, നോർമലായിട്ട് ഒരു വാല്യൂ നമ്മുടെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്. ഇപ്പോൾ ഒരു എക്സാമ്പിളിന് നമ്മൾ എന്ത് ചെയ്യും, ഇൻഡ് എ ആസ് എൻ, ഓക്കെ ഒരു മിനിറ്റ്, സ്മോൾ ലെറ്റർ ആണ് നോക്കാം. ഓക്കെ, ഇൻഡ് എ അസൈൻ 10 എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വാല്യൂ വെക്കാനുണ്ട്. ഓക്കെ, അസൈൻ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ എങ്ങനെയാണ് വാല്യൂ വെക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, മൾട്ടിപ്പിൾ വാല്യൂസ്, ഒരുപാട് വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ വെച്ച നമ്മൾ പഠിച്ച രീതി വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ വെക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എന്ത് ചെയ്യാം, ഓക്കെ ഇൻഡ് എന്ത് ചെയ്യേണ്ടി വരും, ഇൻഡ് ബി അസൈൻ എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് വാല്യൂ നമ്മൾ വെക്കണം. ഓക്കെ, 15 എന്ന് പറയുന്ന വാല്യൂ വെക്കാൻ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഒരുപാട് വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരുപാട് ഇതുപോലെ ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിനൊരു പരിഹാരമാണ് എന്ത്, നമ്മൾ അറേ യൂസ് ചെയ്യുന്നത്. അറേ യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു വാല്യൂവിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതായത് ഒരു വാല്യൂ അല്ല, സോറി, അതായത് ഒരു നെയിമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന ഒരു നെയിമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എനെ നമ്മളിപ്പോൾ ഇവിടെ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയല്ല, നമ്മൾ പ്രോഗ്രാമിൽ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു നെയിമിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരുപാട് വാല്യൂസ് നമ്മൾ അതിലോട്ട് അസൈൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അറേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അറേ എന്താണെന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്കൊരു റിയൽ കേസ് എക്സാമ്പിൾ ഫസ്റ്റ് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗേൾസിൻ്റെ ഒരു ഗ്യാരണ്ടി കട, അതായത് ഇപ്പം ഗോൾഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജ്വല്ലറി എന്തെങ്കിലും നമുക്ക് സങ്കല്പിക്കാം. ഓക്കെ, ഇപ്പോൾ അവിടെ ഗോൾഡ് മാത്രമല്ല, വേറെയും ഒരുപാട് സിൽവർ, അതുപോലെ ഒരുപാട് ഓർണമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു കേസിൽ വരുമ്പം ഇപ്പോൾ നോർമലി ഇപ്പോൾ നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ ഒരു സ്റ്റിക്കിലാണ് അതിലുള്ള ഇതൊക്കെ, ഇപ്പോൾ ഗേൾസിൻ്റെ വളയും കാര്യങ്ങളൊക്കെ വെക്കുന്നത് നോക്കാം. അപ്പോൾ ആ ഒരു കേസിൽ ഇപ്പോൾ സെയിം സൈസുള്ള, അതായത് സെയിം പാർട്ട് വരുന്ന വളകളൊക്കെ എന്ത് ചെയ്യും, ഒരു സ്റ്റിക്കിലായിരിക്കും വെക്കുന്നത്. ഇപ്പോൾ നെക്സ്റ്റ് സ്റ്റിക്കിൽ വരുന്നത് ചിലപ്പോൾ ഒന്നുകൂടി സൈസ് കൂടിയ, അതുപോലെ വേറൊരു ടൈപ്പുള്ള വളകളും കാര്യങ്ങളായിരിക്കും അതിൽ വെക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സ്റ്റിക്കിൽ എത്ര വളകൾ വെക്കാമെന്നുള്ളൊരു കണക്കുണ്ടാവും. കാരണം ഇപ്പോൾ അത്യാവശ്യം ഒരു സൈസ് ഇല്ലാതാണെങ്കിൽ അതിൽ ഇപ്പം 10 വള നിങ്ങൾ കൂട്ടിക്കോ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട്. അപ്പോൾ 10ൽ കൂടുതൽ നമുക്ക് അതിൽ വെക്കാൻ കഴിയുമോ? ഇല്ല. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ സൈസ്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ 5 എണ്ണം മാത്രമായിട്ട് വെക്കാൻ പറ്റില്ലേ? ഓക്കെ, അങ്ങനെയും ചെയ്യാം. 10 അതിൻ്റെ സൈസ് ഉണ്ടെങ്കിലും 10 എണ്ണം വെക്കാൻ പറ്റുന്ന സൈസ് ആണെങ്കിലും എന്ത് ചെയ്യുക, അതിൽ 5 എണ്ണവും നമുക്ക് വെക്കാം വേണമെങ്കിൽ. ഓക്കെ, ബാക്കിയുള്ള സൈസ് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ വെക്കാം. ഇപ്പോൾ ഇങ്ങനെയാണ് എന്ത്, റിയൽ കേസിൽ വരുമ്പം എന്ത്, നമ്മുടെ പ്രോഗ്രാമിലോട്ട് വരുമ്പോൾ ഒരു ഇതുമായിട്ട് ടച്ച് ചെയ്യാൻ ഇങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രോഗ്രാമിൽ വരുന്ന കേസിൽ എങ്ങനെയാണ്, സെയിം ഡാറ്റ ടൈപ്പ്, ഇപ്പം നമ്മുടെ കേസിൽ എന്തൊക്കെ നമ്മുടെ അടുത്ത് ഡാറ്റ ടൈപ്സ് ഉണ്ട്, ഡിഫറെൻ്റ് ഒരുപാട് ഡാറ്റ ടൈപ്സ് ഉണ്ട്. ഇൻഡ് ഉണ്ട്, അതുപോലെ ഇപ്പം ക്യാർ ഉണ്ട്, പിന്നെന്താ ക്യാരക്ടർ വെക്കാനാണ്, ഇൻറ്റീജർ വെക്കാനാണ് ഇൻഡ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ ക്യാർ ഉണ്ട്, അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലോട്ട് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് ഡാറ്റ ടൈപ്സ് ഉണ്ട്. അപ്പം ഇൻറ്റീജർ വാല്യൂസ് വെക്കാൻ, അതായത് 1, 2, 3 അതുപോലെയുള്ള വാല്യൂസ് വെക്കാൻ. ക്യാർ എന്ന് പറയുമ്പോൾ ക്യാരക്ടേഴ്സ്. ഓക്കെ, ഇപ്പം അറേ, അതുപോലെ ഇപ്പോൾ ഒരാളുടെ നെയിം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സ്ട്രിങ് ആയിട്ടൊക്കെ. പിന്നെ ഫ്ലോട്ട് എന്ന് പറയുന്നത്, ഓക്കെ, ഫ്ലോട്ട് എന്ന് പറയുമ്പോൾ എന്താ, അതിൽ പോയിൻ്റ് ഉള്ള വാല്യൂസ് ആയിരിക്കും. ഓക്കെ, അത് 1.2 അങ്ങനത്തെ പോയിൻ്റ് വരുന്ന വാല്യൂസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലോട്ട് എന്ന് പറയുന്ന
ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അറേൻ്റെ പ്രത്യേകത എന്താ? ഇപ്പം നമുക്ക് ഇതിൻ്റെ ഒരു പിക്ചർ കാണാം. ഓക്കെ, സിയിൽ അറേ ഇൻ സി എന്ന് പറയുമ്പോൾ കണ്ടോ, അറേൻ്റെ എലമെൻറ്റ്സ്, അറേയിൽ എന്തൊക്കെ ഉണ്ടാവുക? അറേൻ്റെ എലമെൻറ്റ്സ് ഉണ്ടാവും. ഇപ്പം ഇതിൽ കൊടുത്തിട്ടുള്ളതാണെങ്കിൽ 2, 4, 8, 12, 6, 16, 18 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അറേൻ്റെ സൈസ് എന്ന് പറയുന്നത് ശരിക്കും എത്രയാണെന്ന് അറിയോ? 6 ആണ് ഇതിൻ്റെ സൈസ്. കാരണം എന്താ അങ്ങനെ 6 എന്ന് പറയാൻ? പക്ഷേ ഇവിടെ 0 മുതൽ 5 വരെ ഉള്ളത് എന്ന് നിങ്ങൾ എഴുതും. പക്ഷേ ഇത് 0യിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് 5 കൂടെ അതിലോട്ട് കൂട്ടുമ്പോൾ എത്രയാണ്? 6 ആണ് ഇതിൻ്റെ സൈസ്. അതായത് എത്ര എലമെൻറ്റ്സ് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും എന്നാണ് അതിന് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ അറേൻ്റെ സൈസ് എന്ന് പറയുന്നത്. പിന്നെ ഈ താഴെയുള്ളത് 0, 1, 2, 3, 4, 5 എന്ന് പറയുന്നത് അറേൻ്റെ ഇൻഡെക്സ് ആണ്. എപ്പോഴും ഒരു അറേൻ്റെ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0യിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളത് മനസ്സിലാക്കണം. 0th പൊസിഷനിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അരേൻ്റെ 0th പൊസിഷനിൽ ചെക്ക് ചെയ്താൽ മതി നമുക്ക് എന്ത് കിട്ടാൻ? ആദ്യത്തെ വാല്യൂ, അതായത് 2നെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 0th പൊസിഷനെ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെക്കാൻ കാരണം എന്താ? സെയിം ഡാറ്റ ടൈപ്പിലുള്ള ഡാറ്റാസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു അരയായിട്ട്, അതായത് ഒരു കളക്ഷനായിട്ട് സ്റ്റോർ ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ, ഇപ്പം ജ്വല്ലറി വള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് അതിനെ എടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ അങ്ങനെ വെക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാൻ പറ്റും. ഇപ്പം മറ്റൊരു കേസ് വരുന്നുണ്ട്. ഇപ്പം ഒക്കെ വലിയ വലിയ കമ്പനീസിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഒരുപാട് ഡാറ്റാസ് നമ്മുടെ കയ്യിൽ വരും. അതായത് ഇപ്പോൾ യൂസേഴ്സിൻ്റെ, നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തെന്ന് വെക്കുക. അപ്പോൾ ആ ഒരു ടൈമിൽ എന്തുണ്ടാവും? ഒരുപാട് യൂസേഴ്സ് നമ്മളെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ലോഗിൻ ചെയ്യും. അപ്പോൾ അവരുടെ ഡാറ്റയും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടും. ഡാറ്റ എന്ന് പറയുമ്പം ഇപ്പോൾ അവർ ലോഗിൻ ചെയ്യുമ്പോൾ പാസ്വേഡ്, അതായത് യൂസർ നെയിം, പ്രൊഫൈൽ ഇമേജ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ പാസ്വേഡ് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, പാസ്വേഡ് ഒന്നും എന്തായിട്ടല്ല, കറക്റ്റ് സെയിം, ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സെയിം പാസ്വേഡ് ആയിരിക്കില്ല എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്, പ്രോഗ്രാമറിൻ്റെ കയ്യിൽ കിട്ടുന്നത്. അതായത് ഡീകോഡൊക്കെ ചെയ്തിട്ട്, അതായത് ഒരുപാട് ഡീക്രിപ്റ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ആയിരിക്കും ഇത് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, പാസ്വേഡ് സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. അപ്പം അതിനെക്കുറിച്ചൊന്നും നമ്മൾ ബോധരാവണ്ട. ഇപ്പം നമുക്ക് എങ്ങനത്തെ ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അര യൂസ് ചെയ്യുന്ന ഒരു ബേസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ഇവിടെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് സിൻടാക്സ് ഓഫ് അറേ ഡിക്ലറേഷൻ. ഓക്കെ, അപ്പോൾ അര എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ബിഗിനർ എന്ന നിലയിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന വീഡിയോസിലൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്ന എന്തായിരിക്കും? വലിയ വലിയ പ്രോബ്ലംസും അതുപോലെ അരേൻ്റെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ അരയിൽ വാല്യൂ ആഡ് ചെയ്യുന്നു, ഇൻക്ലൂഡ് ചെയ്യുന്നു, അതുപോലെ അതിന് അപ്ഡേറ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അരയിൽ നമ്മൾ മാനിപ്പുലേഷൻസ് വരുത്തുന്നതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം സിൻടാക്സ് ഓഫ് അരേ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ആദ്യം വരുന്നത് നമ്മളെന്താ? ഡാറ്റ ടൈപ്പ്. ഓക്കെ, മുകളിൽ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ ഡാറ്റ ടൈപ്സ്, ഒരു എക്സാമ്പിൾസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് അങ്ങനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ വരുന്നത് എന്താണ്? അരേൻ്റെ നെയിമാണ് നെക്സ്റ്റ് വരുന്നത്. ഓക്കെ, ഒരു സ്പേസ് ഇട്ടിട്ട് അരേൻ്റെ നെയിം. ഇപ്പോൾ ഈ ഒരു നെയിമിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിവിടെ എന്ത് കൊടുക്കാം? മുകളിൽ നമ്മൾ കൊടുത്തിട്ടുള്ള എ ബി എന്ന് പറയും, ഇത് അരയല്ല, ഇത് ജസ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളതാണ്? വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളതാണ്, ഇത് അരയല്ല. ഓക്കെ, പക്ഷെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇതാണ് അര എന്ന് പറയുന്നത്. ഓക്കെ, ഇത് അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് മുകളിലുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഡാറ്റ ടൈപ്പ് കഴിഞ്ഞാൽ വരുന്നത് എന്താണ്? അരേൻ്റെ നെയിം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അരേ നെയിം എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം? യൂണീക്കായിട്ട്, അതായത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന അങ്ങനത്തെ, അതായത് എന്തെങ്കിലും ഈ ഡാറ്റനോട് എന്തെങ്കിലും സാമ്യമുള്ള അങ്ങനത്തെ നെയിംസ് കൊടുക്കാൻ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുള്ള കണ്ടോ, അതിന് മുമ്പായിട്ട് ഇതും കൂടി പറയാം. ഈ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട്, അരേൻ്റെ ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ കൊടുക്കുന്നത് എന്താ? സൈസാണ്. അത് നമ്മൾ ഫസ്റ്റ് ഇമേജിൽ കണ്ടതുപോലെ എത്ര ഇത് കൊടുക്കണം എന്നുള്ളത്. ഇവിടെ 6 ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ എത്ര എണ്ണം അതിലോട്ട്, എത്ര വാല്യൂസ് നമുക്ക് ആഡ് ചെയ്യാനുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ സൈസായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഇൻറ്റ് ഏജ് 5 എന്ന് പറഞ്ഞ ഒരു ഞാൻ ഒരു അരയാണ് ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഏജ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ 5 സ്റ്റുഡൻസിൻ്റെ ഒക്കെ ഏജ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു അര ഡിക്ലെയർ ചെയ്തു. നെക്സ്റ്റ് ക്യാർ എന്ന് പറയുന്നത് നെയിം. കണ്ടോ, നെയിം വരിക ക്യാരക്ടറായിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്
ഞാൻ അങ്ങനെ കൊടുത്ത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാം. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഡിക്ലറേഷൻ, അറേ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്താ, സി ലാംഗ്വേജിൽ തന്നെ അറേൻ്റെ ഇനീഷ്യലൈസേഷൻ, അറേ എങ്ങനെ ഇനീഷ്യലൈസേഷൻ ചെയ്യാമെന്ന്. അപ്പോൾ അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ചെയ്യാനുള്ളത് എന്താണ്, അറേ ഇനീഷ്യലൈസേഷൻ വിത്ത് ഡിക്ലറേഷൻ. അതായത് അറേ ഇനീഷ്യലൈസേഷൻ ചെയ്യുന്നത് എന്താ, ഡിക്ലെയർ ചെയ്യുന്ന രണ്ടും കൂടിയും ഒരുമിച്ചായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ആദ്യം അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഡാറ്റ ടൈപ്പ് നമ്മൾ നോർമലി കൊടുക്കുന്ന ഏതാണോ ഡാറ്റ ടൈപ്പ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് 10 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തിട്ടുണ്ട്, പിന്നെ 20, 30 അങ്ങനെ. ഇപ്പോൾ സെയിം ഡാറ്റ ടൈപ്പ്, ഇതൊക്കെ ഇൻറ്റീജറാണ്. പക്ഷേ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഫ്ലോട്ട് എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ 20.5 അങ്ങനത്തെ വാല്യൂസ് ഒന്നും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഇത് 21, 22 നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഡാറ്റ ടൈപ്സ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നെക്സ്റ്റ് ഇവിടെ അറേ നെയിം ഉണ്ട്, അത് നിങ്ങൾക്ക് നേരത്തെ മനസ്സിലായി. സൈസ് എത്രയാണ്, ഇപ്പോൾ ഇവിടെ ഓൾറെഡി 5 ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, അപ്പോൾ 5 വാല്യൂസാണ് ഇതിലുള്ളത്. ഓക്കെ, അപ്പോൾ അതും കറക്റ്റാണ്. അപ്പം ഇതാണ് എന്ത്, അറേ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ കൂടെ ഇനീഷ്യലൈസേഷനും കൂടി ചെയ്യുന്നത്. ഈ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, അറേൻ്റെ വാല്യൂസ് ഏതൊക്കെയാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ തന്നെ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതാണ് വിത്ത് അറേ ഇനീഷ്യലൈസേഷൻ വിത്ത് ഡിക്ലറേഷൻ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്, അറേ ഇനീഷ്യലൈസേഷൻ വിത്ത് ഡിക്ലറേഷൻ വിത്തൗട്ട് സൈസ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ അറേൻ്റെ ഡാറ്റ ടൈപ്പ് ഉണ്ട്, നമുക്ക് അറേൻ്റെ നെയിം ഉണ്ട്, പക്ഷേ ഈ ഒരു കോളം എന്താണ്, എംപ്റ്റി ആയിട്ടാണ്. ഓക്കെ, സൈസ് കൊടുക്കുന്ന ബോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അറേൻ്റെ ബ്രാക്കറ്റ് എംപ്റ്റി ആണ്, അതാണ് വിത്തൗട്ട് സൈസ് എന്ന് പറഞ്ഞു കൊടുത്തത്. പക്ഷേ ഇവിടെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും അതെന്തില്ല, പ്രശ്നമില്ല. കാരണം എന്താണ്, ഇവിടെ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ഇതിൽ 5 വാല്യൂസ് ആണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് എത്രയാണ്, 5 ആണെന്ന് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നെക്സ്റ്റ് അതിൻ്റെ എന്ത് കൊടുത്തിട്ടുണ്ട്, ഞാൻ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇൻറ്റ് അറേ 1, നമുക്ക് അറേ എന്ന് കൊടുക്കണം എന്നില്ല, ARR1 എന്ന് ഞാൻ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്പർ എന്നോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള നെയിംസ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ സൈസ് കൊടുത്തിട്ടില്ല, അതുപോലെ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്, അറേ ഇനീഷ്യലൈസേഷൻ ആഫ്റ്റർ ഡിക്ലറേഷൻ. എപ്പോൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അതിൻ്റെ ഒരു വാല്യൂ കൊടുക്കുന്നത് അറേയിലോട്ട്. അപ്പം ഇവിടെ വരുന്ന കേസിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻറ്റ് സ്മോൾ ലെറ്റർ ആണ് ഇൻറ്റ്, നമുക്ക് അറേന്ന് തന്നെ കൊടുക്കാം അല്ലേ. അറേൻ്റെ നെയിം അറേന്ന് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അറേ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വാല്യൂ ഒരു സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പം 5 ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ എന്നിൻ്റെ വാല്യൂ ഇവിടെ 5 എന്ന് കൊടുക്കേണ്ടി വരും. 5 വരെ അത് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ വരുന്നത്. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്യാപിറ്റലല്ല, എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ. ഇപ്പോൾ ഇതാണ് എന്ത്, അറേ ഇനീഷ്യലൈസേഷൻ ആഫ്റ്റർ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം ഡിക്ലെയർ ചെയ്തു, എന്നിട്ട് 5 വാല്യൂസ് വരെ എന്ത് ചെയ്യുക, ഇവിടെ എന്ന് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 5 എന്ന് കൊടുക്കാം. ഓക്കെ, <5. ഓക്കെ, 0 മുതൽ <5 എന്ന് പറയുമ്പം 5 വാല്യൂസ് ഉണ്ടാവും. ആ 5 വാല്യൂസ് എന്ത് ചെയ്ത് കൊടുക്കുകയാണ്, അറേൻ്റെ ഓരോ പൊസിഷനിലോട്ടും. ഇവിടെ അറേൻ്റെ നെയിമല്ലേ കൊടുത്തിട്ടുള്ളത്, ഇത് നമ്മൾ ഇവിടെ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, നെയിം എന്ന് മാറ്റിയിട്ട് അറേ എന്ന് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കൊടുക്കുന്നത്. അറേ ഓഫ് ഐ എന്ന് പറയുമ്പോൾ അറേ ഓഫ് ഐയിലോട്ട്, അതായത് അറേ ഓഫ് ഐ ഏതൊക്കെ വരിക, ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതിയിട്ട് കാണിച്ചു തരാം. അറേ ഓഫ് 0 വരും, അതുപോലെ അറേ ഓഫ് 1 വരും, ഓക്കെ. നെക്സ്റ്റ് അറേ ഓഫ് 2 വരും, അതുപോലെ അറേ ഓഫ് 3 വരും. അങ്ങനെയാണ് ഇത് പോകുന്നത്. ഓക്കെ, അറേ ഓഫ് 3, ഓക്കെ 3 അല്ല 2. ഓക്കെ, ഇതിങ്ങനെ എക്സെട്ര. ഇതിപ്പോൾ 5 വരെയാണ് ഇത് പോകുന്നത്. ഓക്കെ, 0 മുതൽ 4 വരെ ഉണ്ടാവും. 5 അരേൻ്റെ സൈസ് വരുന്ന ടൈമിൽ അരേ 4 വരെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത് എന്താണെന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിൻ്റെ റിയൽ എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻറ്റ് അറേ ഓഫ് 5 എന്ന് കൊടുത്തിട്ട് അരേ ഉണ്ടോ. ഓക്കെ, ഇവിടെ സ്മോൾ ലെറ്റർ ആണ്.
എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, സെയിം നെയിം തന്നെ കൊടുക്കണം, ഇല്ലെങ്കിൽ നമുക്ക് എറർ വരും. ഇപ്പോൾ ഇവിടെ ഞാൻ എന്താ സ്റ്റോർ ചെയ്യുന്നത്, അറേ എന്ത് ചെയ്തിട്ടുണ്ട്, ഇനീഷ്യലൈസേഷൻ ചെയ്തതിന് ശേഷം ആഫ്റ്ററാണ് എന്ത് ചെയ്യുന്നത്. ഓക്കെ, അത് ഇനീഷ്യലൈസേഷൻ എപ്പോഴാണ് ചെയ്യുന്നത്, ആഫ്റ്റർ ഡിക്ലെയർ ചെയ്തതിന് ശേഷം. ഇതാണ് ഡിക്ലെയർ ചെയ്തത്. ഓക്കെ, ഇതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, അരയിലോട്ട് ഓരോ വാല്യൂസ് വെക്കുന്നത്. i×2 എന്ന് പറയുന്നത്, ഈ ഐൻ്റെ വാല്യൂ 0 ആയിരിക്കും. 0×2 ഫസ്റ്റ് വെക്കും, ഫസ്റ്റ് 0 തന്നെ ആയിരിക്കും. പിന്നെ എന്ത് 1 വരും, അതിൻ്റെ വാല്യൂ 1×2 എന്ന് പറയുന്നത് 2 എന്ന് പറയുന്ന വാല്യൂ സെക്കൻഡ് ഇൻഡെക്സിൽ വെക്കും. അങ്ങനെ ഓരോന്ന് ആഡ് ചെയ്ത് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ എന്ത് അരേൻ്റെ ഇനീഷ്യലൈസേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ അര ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ ഒരു ഇമേജ് ജസ്റ്റ് നോക്കും. അരേ 5 എന്ന് പറയുമ്പോൾ അരേൻ്റെ സൈസാണ് ഇതിൽ കൊടുക്കുന്നത്. എന്നിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് എവിടുന്ന് മുതലാണ്, ഇൻഡെക്സ് കണ്ടോ, 0 മുതൽ 4 വരെയാണ്. 5 എന്ന് നമ്മൾ സൈസ് കൊടുക്കുമ്പോൾ 0 മുതൽ 4 വരെയാണ് അതിന് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പം മെമ്മറി അലോക്കേറ്റ് ചെയ്യുക എന്ന് പറയുമ്പം നിങ്ങൾ കൂടുതലൊന്നും അതിനെക്കുറിച്ച് ബോധവാനാവണ്ട. കാരണം മെമ്മറി ഇങ്ങനെ ബൈറ്റ്സിലൊക്കെ വരിക. അപ്പോൾ അതായത് ഇപ്പോൾ ഇൻറ്റീജർ എന്ന് പറയുന്ന ഇൻറ്റ് എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പിനെ വരുന്നെങ്കിൽ, ഇപ്പം എക്സാമ്പിൾ നിങ്ങളുടെ ഡിവൈസിനനുസരിച്ചായിരിക്കും, സിസ്റ്റത്തിനനുസരിച്ചായിരിക്കും. ഇപ്പോൾ 2 വരുന്നുണ്ട്, അതുപോലെ 4 ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു മെമ്മറി അഡ്രസ്സ് ഉണ്ടാവും ഇതിന്. ഓക്കെ, ആദ്യം ഇതിനെ ബൈനറിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് പിന്നെ ആയിരിക്കും അതിനെ സ്റ്റോർ ചെയ്യുന്നത്, ബൈറ്റ്സ് അങ്ങനെ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിന് ശേഷമായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും കൂടുതൽ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എങ്ങനെ ആ ഡാറ്റയും അരയൊക്കെ വെച്ചിട്ട് എങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, അതായിരിക്കും നമ്മൾ ഇപ്പം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബേസ് കാര്യങ്ങൾ അരേൻ്റെ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോ തൊട്ട് എന്ത് ചെയ്യുക, അരേൻ്റെ ഓരോ പ്രോബ്ലംസ് ചെയ്തു തുടങ്ങാം. ഓക്കെ, അരേൻ്റെ ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസും ഉണ്ട്, അതുപോലെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ബേസ് ആയിട്ടുള്ള പ്രോബ്ലംസ് എന്നൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ട് എന്ത് ചെയ്യാം, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഇപ്പം ക്വസ്റ്റ്യൻസ് നമുക്കിപ്പോൾ ഇൻ്റർവ്യൂസിനൊക്കെ ചോദിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അരയെ വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ജോബൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അത്യാവശ്യം ലെങ്തിയാണ്, പക്ഷേ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് പറഞ്ഞു തന്നിട്ടുള്ളത് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ നെക്സ്റ്റ് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് വീഡിയോസ്, അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അങ്ങനത്തെ വീഡിയോസ് ചെയ്യാം. ഓക്കെ, പിന്നെ പറയാനുള്ളത് എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠിക്കുന്ന ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്ക് എന്തായിരിക്കും, യൂസ്ഫുൾ ആയിരിക്കും. കാരണം അര എന്നൊക്കെ പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം നിലവിലിപ്പം ഞാൻ ജോബ് ചെയ്യുന്ന ടൈമിലാണെങ്കിലും ഒരുപാട് നമുക്ക് ഡാറ്റ വെച്ചിട്ട് മാനിപ്പുലേഷൻ, ഡാറ്റേൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാനുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസും കാര്യങ്ങളൊക്കെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ആക്കണം. എന്നിട്ട് അര വെച്ചിട്ട് ഒരുപാട് പ്രോബ്ലംസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യും, ഒരുപാട് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അതിൽ ഡാറ്റ വരുന്നതും, അതുപോലെ ഡാറ്റ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. സീ യു.